നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതോ അതോ സ്വയം ജീവനൊടുക്കിയതോ? ദുരൂഹതകളും സംശയങ്ങളും പലതുണ്ട്. അതിനിടെ പുതിയ തെളിവുകളും പുറത്തുവരുന്നു. കോളേജ് അധികൃതർ മരണം അറിയും മുൻപേ ആംബുലൻസ് എത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സിദ്ധാർത്ഥിന് നീതി തേടിയുള്ള പ്രക്ഷോഭം സംസ്ഥാനത്ത് ആളിക്കത്തുകയാണ്. സമര പരമ്പരയ്ക്കാണ് സെക്രട്ടേറിയറ്റ് ഇന്ന് സാക്ഷിയായത്. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU, MSF മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. കൊച്ചിയിലും KSU പ്രതിഷേധത്തിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്ക് പോവുകയാണ്. ഡാൻ, കഴിഞ്ഞ 2 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും സമര പരമ്പരകൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസവും ഇന്നലെ ഇന്നും ഈ KSUവിന്റെ യൂത്ത് കോൺഗ്രസിനൊക്കെ മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചകളാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ സമരത്തിന് ഒരു അയവ് വന്നിട്ടുണ്ടോ? ഇപ്പോഴും ഈ നിരാഹാര സമരം തുടരുകയാണോ ഡാൻ? ടോം, സംഘർഷ സാഹചര്യങ്ങൾക്കെല്ലാം അയവ് വന്നിട്ടുണ്ട്. പക്ഷേ നിരാഹാര പന്തലിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 3 പോഷക സംഘടനകളുടെ, കോൺഗ്രസിന്റെ 3 പോഷക സംഘടനകളുടെ അധ്യക്ഷന്മാരാണ് ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. 3ാം ദിവസത്തിലേക്ക് പിന്നിട്ടിരിക്കുന്നു. സ്വാഭാവികമായി മുതിർന്ന നേതാക്കളടക്കം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം മുതലുണ്ടായിരുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ രാവിലെ ഈ സമരപന്തലിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും രാവിലെ MSFന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യം സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അത് വലിയ തരത്തിലുള്ള പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കേറ്റത്തിലേക്കും ഉന്തും തള്ളിലേക്കുമൊക്കെ നയിച്ചു. അതിന് പിന്നാലെയാണ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച ഒരു പ്രവർത്തകൻ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിനുള്ളിലേക്ക് ചാടിക്കയറിയത്. അയാളെ അവിടെ നിന്ന് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മാർച്ച് ഈ പ്രധാന കവാടത്തിലേക്ക് എത്തിയത്. അവിടെ ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എത്തിയത്. ഇന്നലെയും സമാനമായ രീതിയിൽ പ്രതിഷേധം നടന്നിരുന്നു. ആ പ്രതിഷേധം എങ്ങനെയാണോ നേരിട്ടത് അതേ ശൈലിയിലാണ് ഇന്നും പ്രതിഷേധക്കാരെ പോലീസ് നേരിട്ടത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞതോടെയാണ് പോലീസ് ലാത്തി വീശി വിരട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന് പിന്നാലെയാണ് മഹിളാ കോൺഗ്രസിന്റെയും ഈ ശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തരത്തിലുള്ള ഉന്തും തള്ളുമാനുണ്ടായത്. പോലീസിന്റെ ബാരിക്കേഡുകൾ വടി ഉപയോഗിച്ച് അടിച്ചു തകർക്കുന്ന തരത്തിലേക്ക് വരെ പ്രതിഷേധം മാറുന്ന കാഴ്ചകൾ അവിടെ ഉണ്ടായത്. പോലീസ് ഏറെ നേരം സമീപനം പാലിച്ച് നിന്നുവെങ്കിലും അവർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന പശ്ചാത്തലത്തിലായിരുന്നു വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയും വിരട്ടി ഓടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോലീസ് എത്തിച്ചേർന്നത്. എന്തായാലും സമര പരമ്പര എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന തരത്തിലേക്ക് സെക്രട്ടേറിയറ്റ് പരിസരം മാറിയിരിക്കുകയാണ്. കാരണം അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏറെ ദിവസങ്ങളായി സമരം നയിക്കുന്നവർ. അതിനിടയിലേക്കാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രതിപക്ഷ യുവജന സംഘടനയുടെ അടക്കം മാർച്ച് കഴിഞ്ഞ 2 ദിവസമായി സെക്രട്ടേറിയറ്റ് പരിസരത്തെ സംഘർഷഭരിതമാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെയും സമാനമായ തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സെക്രട്ടേറിയറ്റിന്റെ 4 കവാടങ്ങളിലും ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ KSU കൊച്ചിയിൽ നടത്തിയ മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയുണ്ടായി. ഇപ്പോഴും സമരം തുടരുകയാണോ ഡാനി? ടോം, ഒരു സംഘർഷാവസ്ഥയ്ക്കെല്ലാം തന്നെ മാറ്റം വന്നിരിക്കുന്നു, അയവ് വന്നിരിക്കുന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് ശേഷം ഇപ്പോൾ ബാരിക്കേഡുകൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ബാരിക്കേഡിൽ തുറന്ന റോഡ് തുറന്നു കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ പ്രവർത്തകർ തുടക്കത്തിൽ തന്നെ പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. തുടർന്ന് പലതവണ ജലപീരങ്കി ഉപയോഗിച്ചു. അതിനുശേഷവും പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് അവർക്കെതിരെ നീങ്ങുകയായിരുന്നു. അതിനിടയ്ക്ക് മഹാരാജാസ് കോളേജിൻ്റെ ഗേറ്റിലേക്ക് പ്രവർത്തകർ അത് മറിച്ചിടാനുള്ളൊരു ശ്രമം നടന്നു. താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗേറ്റ് അവരുടെ പുതിയ ഓഡിറ്റോറിയം ഭാഗത്താണ്. അത് ചവിട്ടി തുറക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയപ്പോഴാണ് പോലീസ് ഇവർക്കെതിരെ ലാത്തി വീശിയത്. ഇതിൽ ഏതാനും പ്രവർത്തകർക്ക് KPCC സെക്രട്ടറി
തമ്പി സുബ്രഹ്മണ്യൻ അടക്കമുള്ള പ്രവർത്തകർക്ക് പോലീസിൻ്റെ നടപടിയിൽ പരിക്കേറ്റിട്ടുണ്ട്. 15ഓളം പേരെയാണ് പോലീസ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇവരെ എയർ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറേ നേരം ഒരു സംഘർഷാവസ്ഥ തന്നെയായിരുന്നു നഗരത്തിന് നടുവിലുണ്ടായിരുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നീട് ഇവരെ വലിച്ച് നീക്കം ചെയ്ത ഇവരെ ബസ്സിനകത്തേക്ക് പോലീസിൻ്റെ ബസ്സിനകത്തേക്ക് അടക്കം നീക്കി തുടർന്ന് ജീപ്പിലും മറ്റുമായിട്ട് പ്രവർത്തകരെ പൂർണ്ണമായി ഇവിടെ നിന്ന് നീക്കിയതിനു ശേഷമാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. 15ഓളം പ്രവർത്തകരെയാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റ്. ഡാനി പോളിലേക്ക് തിരികെ എത്താം. ഡാൻ കുര്യൻ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഡാൻ, ഇന്നലെ വലിയ പ്രതിഷേധത്തിനൊടുവിൽ ഡീനും അതോടൊപ്പം അസിസ്റ്റന്റ് വാർഡനുമെതിരെ നടപടി ഉണ്ടായിരുന്നു. രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ, അതായത് ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ വീഴ്ച പരിശോധിക്കാൻ സർവകലാശാല 4 അംഗ സമിതി അടക്കം നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രശ്നത്തിന് ഈ KSUവിന്റെ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അവരുടെ പ്രതിഷേധം നടത്തുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ്. പക്ഷേ മറുവശത്ത് ഈ രീതിയിൽ ഒരു അനുഭാവപൂർവ്വമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. CBI അന്വേഷണ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നില്ല. പക്ഷേ മറുവശത്ത് ഈ ഡീനും അതോടൊപ്പം അസിസ്റ്റന്റ് വാർഡിനെതിരെ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിൽ മാത്രം ഒരു നടപടികൾ ഉണ്ടായാൽ മതിയോ? ഈ ഒരു CBI അന്വേഷണം എന്ന ആവശ്യം പൂർണ്ണമായും സർക്കാർ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ കോൺഗ്രസിന്റെ പോഷക സംഘടനാ നേതാക്കൾ? തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി കഴിഞ്ഞ ദിവസം മുതൽ മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസും പോഷക സംഘടനകളും. BJPയും സമാനമായ തരത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ് ഈ നിരാഹാര സമരം നടത്തുന്ന പോഷക സംഘടനയുടെ നേതൃത്വം വ്യക്തമാക്കുന്നത്. അത് ഈ കേസിന്റെ അന്വേഷണം സംസ്ഥാന പോലീസിന്റെ കയ്യിൽ നിന്ന് CBIക്ക് കൈമാറാൻ സർക്കാർ തയ്യാറാകണം. അങ്ങനെ ഒരു ആവശ്യം മുമ്പോട്ട് വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കേസിൽ പ്രതിഭാഗത്ത് നിൽക്കുന്നത് മുഴുവൻ SFIയുടെ നേതാക്കളാണ്, യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നതിനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പോലീസിന് മേൽ അത്തരത്തിലുള്ള സമ്മർദ്ദം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ആക്ഷേപമാണ് മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് കേസ് CBIക്ക് കൈമാറണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും ഇത്തരത്തിലുള്ള പ്രാകൃതമായ രീതികൾ നിലനിൽക്കുന്നു, നിയമവിരുദ്ധമായ പ്രവർത്തികൾ നടക്കുന്നു. അതിനെതിരെ ശക്തമായ അന്വേഷണം നടത്താൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകണം. ഈ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSUവും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഈ മാർച്ചുമായി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതാനും പേർക്കെതിരെ നടപടിയെടുത്തത് കൊണ്ട് മാത്രം പ്രതിഷേധം അവസാനിപ്പിക്കാൻ താങ്കൾ തയ്യാറല്ല. CBIക്ക് കേസിന്റെ അന്വേഷണം കൈമാറുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നതും. ടോം, ഡാൻ, ഇപ്പോൾ ഈ സമരത്തിന്, അതായത് ഈ KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനായി വന്നിട്ടുണ്ട്. ഈ നിരാഹാര സമര പന്തലിലെ കാഴ്ചകൾ എന്താണ്? അവരുടെ നേതാക്കളുടെ പ്രതികരണം ലഭ്യമാണോ? എന്തായിരിക്കും അവരുടെ തുടർ നീക്കം എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഡാൻ? ടോം, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. നിരാഹാര പന്തലിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാത്രി എത്തിയിരുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ സമരപന്തലിലെത്തി നേതാക്കളെ കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ സമരത്തിന് കോൺഗ്രസും ഈ പോഷക സംഘടനകൾക്കൊപ്പമുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. കിരാതമായ നടപടിയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന നിലപാട് അദ്ദേഹവും ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സമാനമായ സാഹചര്യം, അതായത് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും ഒക്കെ സമരപന്തലിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ തരത്തിൽ ഈ പ്രതിഷേധം സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഈ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം BJPയും സമാനമായ തരത്തിൽ ഈ പ്രതിഷേധവുമായി സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങലിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ V മുരളീധരൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിരാഹാരം നടന്നത്. ABVPയും സമരരംഗത്തുണ്ട്. അവർ മുഖ്യമന്ത്രി ബോധപൂർവമാണ് മൗനം ഇത്തരത്തിൽ തുടരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കേസിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം മൗനം തുടരുന്നത് എന്ന വിമർശനമാണ്
BJP മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും ഗവർണർ എടുത്ത നടപടികളിൽ വലിയ തരത്തിലുള്ള ഒരു സ്വീകാര്യത ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യവും. ടോം, യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും കൊച്ചിയിലേക്ക് ഡാനി പോളിലേക്ക് പോവുകയാണ്. ഡാനി, സംസ്ഥാനത്ത് ഇത് സെക്രട്ടേറിയറ്റിൽ തുടങ്ങിയ സമര പരമ്പര മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കുന്നു. അതിൻ്റെ ഒടുവിലാണ് കൊച്ചിയിൽ എറണാകുളത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം, KSUവിൻ്റെ പ്രതിഷേധത്തിന് അല്പസമയം മുമ്പ് പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ച ഉണ്ടായത്. വരും ദിവസങ്ങളിലും KSU യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ, യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയം ഉന്നയിച്ച് കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന സൂചനയാണോ ലഭ്യമാകുന്നത് ഡാനി? ടോം, അങ്ങനെ തന്നെയാണ്. കാരണം പ്രതിഷേധം അത് ഉയർത്തിപ്പിടിക്കുക എന്നത് തന്നെയാണ് ഈ സംഘടനകൾ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് അതിന് കാരണങ്ങൾ പലതുണ്ട്. രാഷ്ട്രീയമായിട്ടും തന്നെയും അതിനെ ആ രീതിയിൽ തന്നെ കാണാം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷന്മാർ തന്നെയും ഈ സമരത്തിന് നേരിട്ട് ഇറങ്ങുന്ന സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിൽ സമരം തുടരുന്നതടക്കമുള്ള ഒരു സാഹചര്യങ്ങൾ പലതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക, കൂടുതൽ മേഖല ക്യാമ്പസുകളിലേക്ക് അത് സമരം എത്തിക്കുക എന്നത് തന്നെ ലക്ഷ്യമിടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ സംഘടനകളുടെ ഇതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയം സാമൂഹികമായി വളരെ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് റാഗിംഗ് പോലെ അതിനും അപ്പുറത്തേക്ക് ചെല്ലുന്ന ഒരു ക്രൂരമായ നടപടിയടക്കം ക്യാമ്പസുകളിൽ നിന്നുണ്ടായിരിക്കുന്നു. സംസ്ഥാനത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹോസ്റ്റലുകളിലടക്കം ഈ രീതിയിൽ പ്രാകൃതമായ ഇടപെടലുകൾ ഉണ്ട് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സമരത്തിന് ഒരു ജനറലൈസേഷൻ്റെ സ്വഭാവം അടക്കം വന്നിരിക്കുന്നു. പല ക്യാമ്പസുകളിലും എന്ത് നടക്കുന്നുവെന്ന് പരിശോധിക്കണം. ഇത്തരം പരിശോധനകൾക്ക് ആരാണ് എതിര് നിൽക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തമായിട്ട് തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ടോം, യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സിദ്ധാർത്ഥിനെ പോലെ റാഗിങ്ങിന് ഇരകളായവർ, SFIയുടെ ക്രൂരതയ്ക്ക് ഇരയായവർ നിരവധിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമാക്കി കോൺഗ്രസും മറ്റ് കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. ഭൂമിയെ ആകാശവുമായി ബന്ധിപ്പിക്കുന്ന സർദാർ പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ഒരു തെളിവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം മാത്രമല്ല, അത് അതിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് വേഗതയിൽ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത് കൂടി തെളിയിച്ചു. എവിടെയെങ്കിലും ഒരു എക്സ്പ്രഷനിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായാൽ പോലും അത് വലിയ ജനരോഷത്തിന് കാരണമാകുമായിരുന്നു. ഈ സ്റ്റാച്യുവിന് കുറെ നാളുകളായി പഠനങ്ങൾ കണ്ടക്ട് ചെയ്തു വരികയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ഫോട്ടോസ് മുഴുവനായും പരിശോധിച്ചു. പല ലെവൽസും ഏകദേശം 1 വർഷത്തോളം നോക്കി. ഈ പ്രതിമ 150 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിന് ഉചിതമായി രൂപകൽപ്പന ചെയ്തതാണ്. എല്ലാ സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യാൻ ശക്തമാക്കി രൂപകൽപ്പന ചെയ്തു. 2018 ഒക്ടോബർ 31 സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉടനെ തന്നെ ഗുജറാത്തിലെ ഈ ഒരു ചെറിയ പ്രദേശമായ ഏക്താ നഗർ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു. എന്റെ ലക്ഷ്യം ആകർഷണം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല, ഒരു പ്രചോദനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇതിന്റെ നിർമ്മാണത്തിന് മുമ്പുണ്ടായിരുന്ന ഒത്തൊരുമ എങ്ങനെയാണോ, നിർമ്മാണ സമയത്തും അതേ ഒത്തൊരുമ തന്നെ ഉണ്ടായി, നിർമ്മിച്ചതിന് ശേഷവും ഉണ്ടായി. പിന്നെ ആ സ്ഥലം മുഴുവൻ ഭാരതത്തിന്റെ ഏകതയുടെ പുണ്യ സ്ഥലമായി മാറ്റണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി. അവിടെ വരുന്ന ജനങ്ങൾ എന്താണോ ടൂറിസത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലുണ്ട്. സ്ഥലത്തിന്റെ സോഷ്യൽ എക്കണോമി എപ്പോഴാണ് വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ലാൻഡ്മാർക്ക് സ്ട്രക്ചറോ ഒരു ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷൻ വരുമ്പോൾ മാത്രമാണ്. കുറെ
മാറ്റങ്ങൾ വന്നു. ഇതിനു മുമ്പ് സ്ത്രീകൾ വീട് വിട്ട് പുറത്തേക്ക് പോകില്ലായിരുന്നു. ഇപ്പോൾ സ്വന്തമായി സമ്പാദിച്ച് വീട് നോക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലെല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. നമ്മൾ മുന്നോട്ട് പോകും, പുതിയ ആളുകൾ വരും, കാലം മാറും, വർഷങ്ങൾ കടന്നു പോകും. എന്നാൽ വൈവിധ്യത്തിൽ ഈ മൂല്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്കുള്ളിൽ തീർച്ചയായും നിലനിൽക്കുമെന്നത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് സർദാർ പട്ടേലിന്റെ ഏകതാ പ്രതിമ പോലെ കാലത്തിന്റെ പരീക്ഷണത്തിന് ശേഷവും വർഷം തോറും ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇന്ത്യയുടെ ഐക്യം ഒരു പ്രസ്താവനയോ നമ്മൾ കേൾക്കുന്ന ഒന്നോ അല്ല, യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഒരു പ്രതീകമായി ഇത് നിലനിൽക്കുന്നു. തലമുറ തലമുറയായി നമ്മൾ സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ മനുഷ്യ കൂട്ടക്കുരുതിയാണ് നടക്കുന്നത്. 24 മണിക്കൂറിനിടെ വന്യജീവി ആക്രമണത്തിൽ പൊരിഞ്ഞത് 3 ജീവനുകൾ. കോഴിക്കോട് കക്കയത്ത് എബ്രഹാം എന്നയാൾ കാട്ടുപോത്ത് ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെങ്കിൽ തൃശൂർ അതിരപ്പള്ളിയിൽ വത്സല മരണപ്പെട്ടത് കാട്ടാന ആക്രമണത്തിൽ. ഇന്ന് പുലർച്ചെ മലപ്പുറം മഞ്ചേരിയിൽ കാട്ടുപന്നി കുറുകെ ചാടി അപകടത്തിൽപ്പെട്ടാണ് ഓട്ടോ ഡ്രൈവർ ഷെഫീഖ് മരിച്ചത്. എബ്രഹാമിന്റെ മരണത്തോടെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുന്നു. കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ നടപടി ഉണ്ടാകുന്നതുവരെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് എബ്രഹാമിന്റെ കുടുംബാംഗങ്ങൾ. ഒരാഴ്ച മുമ്പ് പപ്പ പറമ്പിൽ പോയപ്പം അത് എടുക്കാൻ വേണ്ടി പോയപ്പം ഇതുങ്ങൾ വന്ന് പപ്പനെ ഓടിച്ച് മരത്തിൽ കയറ്റിയാണ് ഉണ്ടായിരുന്നത്. അന്നേരം ഫോറസ്റ്റുകാരോട് പോയി പറഞ്ഞു. എന്നിട്ട് അവരിതുവരെ ഒരു നടപടി എടുത്തിട്ടില്ലായിരുന്നു. അന്ന് ഇതുങ്ങളെ ഇവിടുന്ന് തുരത്തുകയാണെങ്കിൽ ഇന്ന് ഇവിടെ ഈ കുടുംബത്തിന് ഇത് എന്തുണ്ടാവില്ല. ഈ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഞങ്ങളുടെ പപ്പ. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ സ്കൂൾ അടിച്ചു വന്നാലും എന്താവശ്യത്തിന് വന്നാലും പപ്പയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം പപ്പ ഉണ്ടെങ്കിൽ ഇവിടെ ആളാർക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ ആളാർക്കില്ല. പപ്പ പോയി, വിഷമമുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നോ ഈ പോത്തോടിച്ച കാര്യം? പറഞ്ഞിരുന്നു. എല്ലാവരോടും പറഞ്ഞിരുന്നു. ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ അവർ സമയത്തായിരുന്നു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു വൈകുന്നേരം ഒരു സമയത്താണ്. അന്നേരം പപ്പ എന്നെ എനിക്ക് ഫോണുണ്ട്. അപ്പോൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവമുണ്ട്, ഇങ്ങനെ എന്നെ കാട്ടുപോത്ത് ഓടിച്ച് മരത്തെ കയറ്റി. അന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അതായത് ഈ ഡാമിൻ്റെ അവിടുന്ന് ഒരമ്മേനെ 2 മക്കളെ ആക്രമിച്ച കാട്ടുപോത്തിനെ ഇതുവരെ ഫോറസ്റ്റുകാർക്ക് പിടിക്കാനോ ഒന്നും ആക്കാനോ ആയിട്ടില്ല. അന്ന് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കണ്ടേ. ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്ത് പുളിക്കലെ PS എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ച് പറയട്ടെ ഇങ്ങനെ അവറാഞ്ചേട്ടനെ കാട്ടുപോത്ത് കുത്തി എന്ന് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഓട്ടോറിക്ഷ എടുത്ത് ഇവിടെയാണ് നമ്മൾ, ഇതും ചെറിയൊരു ഫോറസ്റ്റ് പോലെയാണ് ഇതിന് മുകളിൽ. അപ്പോൾ ഇവിടേക്കാണ് ഞാൻ ഓടി കയറിയത് ആദ്യം. പക്ഷെ ആ പറമ്പിൻ്റെ കാര്യം നമ്മളത്ര ചിന്തിക്കുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരെയും കാണാതെ വന്നപ്പോഴാണ് ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് അങ്ങാടി പോകുമ്പോൾ ഫോറസ്റ്റിൻ്റെ വണ്ടി ലൈറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മുകളിൽ തന്നെയാണ് സംഭവം നടന്നതെന്ന്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വിചാരിച്ചിട്ടില്ല. സാധാരണ ഒന്ന് തട്ടിയിട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ അവറാജൻ്റെ അനിയനുണ്ട് ജോണീനെ ഞാൻ വിളിച്ചപ്പോഴാണ് ജോണി എന്നോട് പറഞ്ഞത് ചേട്ടൻ പോയി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മനുഷ്യർക്ക്. ഒരു സന്ധ്യ ആയാലോ ആനയും കൊണ്ട് ഇവിടെ വിളയാട്ടാണ്. അവർ ഫോറസ്റ്റുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് 2 പടക്കം പൊട്ടിക്കും. അത് പോയാലും പോയില്ലെങ്കിലും ഫോറസ്റ്റുകാർ പോയി. വാർത്തകളുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും MS അനീഷ് കുമാറും S വിനേഷ് കുമാറും CB അനുമോദും ചേർന്നുണ്ട്. ആദ്യം അനീഷിലേക്ക് ഒന്ന് പോവുകയാണ്. അനീഷ്, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അനീഷ് വയനാട്ടിലെ അജീഷിൻ്റെയും പോളിൻ്റെയും മക്കളുടെ പ്രതികരണങ്ങൾ കേട്ടത്. സമാനമായ രീതിയിൽ ആ 2 കുഞ്ഞുമക്കൾ, 2 പെൺകുട്ടികൾ, ഇനി ഒരു മക്കൾക്കും ഇതേ അവസ്ഥ ഉണ്ടാകരുത്, അച്ഛന്മാർ നഷ്ടപ്പെടരുതെന്ന കണ്ണീരോടെ അവർ നേരിട്ട് അനീഷിനോട് തന്നെ പ്രതികരിച്ചതാണ്. വീണ്ടും ഈ അബ്രഹാമിന്റെ മരണം, അതുപോലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 8 പേരാണ് വന്യമൃഗ ആക്രമണത്തിൽ കേരളത്തിൽ മാത്രം കൊല്ലപ്പെടുന്നത്. വീണ്ടും ഇതുവരെയും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നില്ല. അതായത് വന്യജീവി ആക്രമണം തടയാൻ വേണ്ടിയുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം വളരെ രൂക്ഷമാകുകയാണ്. വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയരുകയാണ്. എന്താണ് ഇന്നലെ കോഴിക്കോട് സംഭവിച്ചത് അനീഷ്?
ടോമ്, നമ്മൾ ഓരോ സംഭവം കഴിയുമ്പോഴും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണം, അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഈ ഗതി വരരുത് എന്ന ഒരു വാക്ക് ഇത് പതിവായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായി മാറിയിരിക്കുന്നു. കാരണം വയനാട്ടിലെ 2 ജീവനുകൾ, അജീഷിന്റെയും ഒപ്പം പോളിന്റെയും ജീവനുകൾ നഷ്ടപ്പെട്ടു. മൂന്നാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ഇന്നലെ പെരുങ്ങൽക്കുട്ടി തൃശ്ശൂരിൽ നഷ്ടപ്പെടുന്നു. ഒപ്പം കോതമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയായ വീട്ടമ്മ മരിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പരിശോധിച്ചാൽ ഇത്തരത്തിൽ വന്യജീവി മനുഷ്യ സംഘർഷങ്ങളിൽ ജീവനുകൾ പരക്കെ പൊലിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് കക്കയത്തും നടന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന കക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 3-4 കിലോമീറ്റർ മാറിയാണ് കാട്ടിൽ ഈ അബ്രഹാമിന്റെ കൃഷിയിടമുള്ളത്. അദ്ദേഹം കൃഷിപ്പണിക്കായി തോട്ടത്തിൽ പോയി കുരുമുളകിന്റെയും ഒപ്പം കൊക്കോയുടെയും ഒക്കെ കൃഷി ചെയ്തു. ഇതിനുശേഷം കൃഷിയിടത്തിൽ നിന്നും ശേഖരിച്ച തേങ്ങയുമായി മടങ്ങും വഴിയാണ് ഈ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഇതേ തുടർന്ന് തൊട്ട് താഴെയുള്ള വീട്ടിലെ ഒരു വീട്ടമ്മയാണ് ഈ ആ ഭാഗത്തു നിന്നും ഒരു നിലവിളി ശബ്ദം കേട്ടത്. അത് കഴിഞ്ഞ് അവർ മുന്നോട്ട് പോകുമ്പോൾ കാട്ടുപോത്ത് വഴിയിൽ നിൽക്കുന്ന കാഴ്ച കണ്ട് തിരിച്ചു വരുന്നു. പിന്നീട് നാട്ടുകാരെ അറിയിക്കുന്നു. അവരെല്ലാം കൂടി ചേർന്ന് ആ സ്ഥലത്ത് ചെല്ലുന്നു. ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഈ കുത്തേറ്റ് പരിക്കേറ്റ് വളരെ മോശം ശാരീരികാവസ്ഥയിൽ കിടക്കുന്ന അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ സാഹചര്യങ്ങൾ നീളുന്നു. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് ഈ കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പാകെയുള്ള ഒരു ഓഫീസിന് മുന്നിൽ നാട്ടുകാരാണോ പ്രതിഷേധിക്കുന്നത്? എന്താണ് അവരുടെ ആവശ്യം? അതായത് നേരത്തെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു എബ്രഹാമിനെ കുത്തി കൊലപ്പെടുത്തിയ ഇത് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. സമരം കൂടുതൽ ശക്തമാകുന്നു. ഇപ്പോൾ നാട്ടുകാരെന്താണ് ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് അനീഷ്? തീർച്ചയായും നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, വയോധികരായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്. ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. ഒരുപക്ഷെ ഇനി വരും മണിക്കൂറുകളിൽ ഇവിടേക്കുള്ള ആളുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം കോഴിക്കോട് നടന്ന ചർച്ചകൾ ഒരു തരത്തിലും വിജയം കണ്ടിട്ടില്ല. അവർ വിവിധ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് സമരം ഇവിടെ ശക്തമാകുന്നത്. നമുക്കെന്തായാലും സമരം ചെയ്യുന്ന നാട്ടുകാരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഈ ഇവിടെ നാട്ടിലെ ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാവണം. അതുപോലെ തന്നെ വന്യജീവികളുടെ ഈ ശല്യം, ഈ വന്യജീവികളുടെ ഈ ശല്യം അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം. അതുപോലെ തന്നെ ഇവിടെ മരണപ്പെട്ട ആൾക്ക് ഒരു 50 ലക്ഷം രൂപ അവർക്ക് ധനസഹായം കിട്ടുകയും കുടുംബത്തിലെ ആൾക്ക് ജോലിയും കൊടുക്കണം. ഇനി നാളെ ഒരു മരണം ഇതേ രീതിയിൽ സംഭവിക്കാത്ത രീതിയിൽ നടപടികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും. ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേട് കൊണ്ട് സംഭവിക്കണം. കഴിഞ്ഞ 3 ദിവസമായിട്ട് പോത്തിന്റെ സാന്നിധ്യം ഉണ്ട്. കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഈ പുരാറ്റുണ്ടിലും കക്കയത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഇത് ജനങ്ങൾ അറിയാൻ, ജനങ്ങൾ അതിനോടൊപ്പം ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടും വനംവകുപ്പുകളോ ബന്ധപ്പെട്ട അധികാരികളോ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരവസ്ഥ ഇവിടെ ഉണ്ടാകേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് എന്തായാലും കർശനമായ ഒരു നിലപാട് ഗവൺമെന്റും അധികാരികളും സ്വീകരിക്കും. ചേട്ടാ, ഓരോ ദിവസം കഴിയുമ്പോഴും പറയും ഇങ്ങനൊരു അവസ്ഥ ഇനി ആർക്കും വരരുത്, ഇത്തരമൊരു സംഭവം ആവർത്തിക്കരുത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലരും മരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാചകമാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വീടിനടുത്ത് തന്നെ അതെ, തീർച്ചയായിട്ടും കക്കയത്തിന്റെ കുരാറ്റുണ്ട് പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്യമൃഗത്തിന്റെ അതിശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മരിച്ച അബ്രഹാം ചേട്ടന്റെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹത്തെ കാട്ടുപോത്ത് ഓടിച്ചപ്പോൾ ഒരു കൊക്കോയിൽ കയറി അദ്ദേഹം അതിന്റെ മുകളിലായതുകൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത്. ഈ പ്രാവശ്യം അദ്ദേഹം തേങ്ങയെടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ നിന്നും വന്ന് കാട്ടുപോത്ത് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. ഇനി ഇത്തരം സംഭവങ്ങൾ കൂരാറ്റുണ്ടിലോ നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷെ ഓരോ സമയത്തും നമ്മളിത് പറയുന്നുണ്ട്, ഇങ്ങനെ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇതിപ്പോ അങ്ങനെ പറയാൻ 8ാമത്തെ ആളാണ്. കക്കയത്തെ പോലെ കൂരാറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപോത്ത് ഉപകരിക്കുന്നുണ്ട്. ഇപ്പം കക്കയത്തേക്ക് വന്നതേ ഉള്ളൂ. കാളങ്ങാലി, കൂരാറ്റുണ്ട്, ഇപ്പം ഈ 30 അല്ല കരിയാത്തമ്പാറ താഴെ തോണിക്കടവിൽ 2 പോത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളൊക്കെ ഒരു ആശങ്ക? എന്താണ് കിടക്കാൻ പറ്റത്തില്ല, തീർത്തും കിടക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞാണ്, ഫോറസ്റ്റുകാർ അനങ്ങില്ല. വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയത്. അവർ മുകളിലോട്ട് പോകുമോ ഒന്ന് നോക്കുവാട്ടെ, ഒന്നും ചെയ്തിട്ടില്ല. അയാളെ ഓടിച്ചപ്പം തന്നെ അന്നേരം അയാൾ എന്നെ വിളിച്ചായിരുന്നു. അയാൾ പറഞ്ഞു ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്, മോളി പേടിക്കണം, ഞങ്ങളുടെ വീടിന്റെ അതിലെ തന്നെയാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം മെമ്പറെ വിളിച്ചു. മെമ്പർ വേഗം പോസ്റ്റുകാരെ വിളിച്ചു പറഞ്ഞു. അവർ വീട്ടിൽ വന്നിട്ട് ഇച്ചിരി ഇങ്ങനെ അന്വേഷിച്ചു. ഞങ്ങളിപ്പോൾ അവിടെ ചെന്നാൽ കാണുമോ, ഇന്നലെ വന്നായിരുന്നോ, മിനിങ്ങാന്ന് വന്നായിരുന്നോ, അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും എന്നാ വരുന്നത് എങ്ങനെയാണ് വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലെന്നു. രാത്രി വന്ന് പോകുന്ന സാധനം ഞങ്ങളുടെ കൃഷി മുഴുവൻ നശിപ്പിച്ചു. 10-50 മരം ഉണ്ടായിരുന്നു റബ്ബർ തൈ, അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. അതിന് പറഞ്ഞാൽ പുല്ല് തട്ട് പിടിപ്പിച്ചു. അത് ഒടി ശകലം പോലും ഇല്ല. ഞങ്ങൾക്ക് പശുക്കളെ പോലും വളർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ഒരു കാരണവശാലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ. വൈകുന്നേരമൊക്കെ പുറത്തേക്ക് ഇറങ്ങാനും വൈകുന്നേരം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മുള്ളനും പന്നി അത് വീടിന്റെ ചുറ്റുവട്ടമുണ്ട്. അതിനെ പിന്നെ പേടിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഒരു രക്ഷയില്ല. ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ കൂടിയാണ് ആദ്യത്തെ വരവ് വന്നത്, വലിയ കാട്ടുപോത്ത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസം വീടിനടുത്താണ് അല്ലേ? വീടിനടുത്ത് വരെ വീടിനടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് സംഭവം. കാരണം ആൾക്കാർക്ക് പേടിച്ചിട്ട് ഇപ്പോൾ പുറത്തിറക്കാൻ മേലാത്തൊരു അവസ്ഥയിലാണ്. കാരണം ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ചുറ്റുമതിലും പോലും ഇല്ല. ശരിക്ക് ഫോറസ്റ്റ് ഓഫീസിൽ വനത്തിനകത്ത് വന്യജീവികൾ നിൽക്കേണ്ടത്. അവരെ പുറത്ത് വിടാതിരിക്കാനുള്ള ഒരു മുൻകരുതല് ഫോറസ്റ്റ് അധികൃതരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അവരിപ്പോ ഈ പോത്തിനെ വെടിവെക്കുന്നു, ഈ പോത്തെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അതെ, ഞങ്ങൾക്കും അതിനൊരു സംശയം വന്നിട്ടുണ്ട്. ഇന്നലെ നടന്ന ചർച്ചയില് അവിടെ ആംബുലൻസിൽ നിന്ന് ഡെഡ് ബോഡി അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, കോളേജിലേക്ക് എടുക്കാൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് പറഞ്ഞു മയക്കുവെടി വെക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ടെന്ന്. അത് ഈ ആക്രമിച്ച കാട്ടുപോത്ത് ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുമോ? കാരണം 1-2 പോത്താണെങ്കിലല്ലേ ആക്രമിച്ച പോത്തിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. എല്ലാത്തിനും കൊല്ലണം. ഇനി ജനങ്ങൾക്ക് അതിനുള്ള അവകാശം വിട്ടുകൊടുക്കണം. ഞങ്ങൾക്ക് ജീവിക്കാൻ എല്ലാത്തിനെയും കൊല്ലണം. ഞങ്ങളുടെ കൃഷിയിടത്തിൽ ഇപ്പൊ 2-3 പ്രാവശ്യം എന്റെ പല പ്രാവശ്യം പൊടിച്ചോടിയതാ കാട്ടിയെ കണ്ടിട്ട് പറമ്പിൽ. തീർച്ചയായും അനീഷിലേക്ക് തിരികെ എത്താം. മലപ്പുറത്തെ സാഹചര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് മലപ്പുറം മഞ്ചേരിയിലെ കാട്ടുപന്നി കുറുകെ ചാടിയ അപകടത്തിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ ഷെഫീഖ് മരിച്ചത്. അനുമോദ്, ഈ ഷെഫീഖിന്റെ മരണത്തിൽ ഈ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ടോ? ഇത് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടുപന്നി എത്തുകയായിരുന്നോ? ഇവിടെ വലിയ വന്യജീവി ആക്രമണം രൂക്ഷമായിട്ടുള്ളൊരു സ്ഥലമാണോ ഈ ഷെഫീഖ് മരിച്ച സ്ഥലം? ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. രാത്രി 9 മണിയോടെയാണ് ഷഫീഖ് മഞ്ചേരിയിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അത് ഒരു കാടിനോട് ചേർന്നുള്ള മേഖലയൊന്നും അല്ലെങ്കിൽ പോലും കുറേ കാട് പിടിച്ച സ്ഥലങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രധാന വഴി തന്നെയാണ്, വണ്ടൂരിലേക്ക് പോകുന്ന വഴിയാണ് മഞ്ചേരിയിൽ നിന്ന്. അങ്ങനെ പോകുന്നതിനിടെയാണ് ഒരു കാട്ടുപന്നി കുറുകെ ചാടിയപ്പോൾ അത് കണ്ട് വെട്ടിച്ചപ്പോൾ ഈ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഇയാൾ മരണപ്പെടുകയായിരുന്നു. ഇയാളെ അടുത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടമായി എന്നാണ് രക്ഷാപ്രവർത്തകർ പറഞ്ഞത്. ദാരുണമായ സംഭവമാണ്. ഈ ഒരു മേഖലയുടെ പ്രത്യേകത, ഇത് നേരത്തെ പറഞ്ഞ പോലെ നിലമ്പൂരിനും വണ്ടൂരിനും ഇടയിലുള്ളൊരു അങ്ങോട്ട് പോകുന്ന മേഖലയുള്ള സ്ഥലമാണ്. ചെറിയ കുന്നുകളൊക്കെ ഉണ്ട്, പക്ഷേ വലിയൊരു വനമേഖലയൊന്നുമല്ല. പക്ഷേ അവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ മാത്രമല്ല, സമീപത്തുള്ള മേഖലകളിലൊക്കെ ഈ ഒരു കാട്ടുപന്നി ശല്യം കാരണം വലിയ കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ പരിസരത്ത് ഭക്ഷണത്തിൻ്റെ ഹോട്ടലിൻ്റെ വേസ്റ്റൊക്കെ പലയിടത്തായിട്ട് കൂട്ടിയിടുന്നുണ്ട്. ഇത് തിന്നാനായിട്ട് കാട്ടുപന്നികൾ അവിടേക്ക് വരാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റോഡരികിലേക്ക് പന്നികൾ ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിന് പരിസര പ്രദേശത്ത് എവിടെയോ കൂട്ടിയിടുന്ന ഈ വേസ്റ്റുകളൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇറങ്ങിയ ഒരു കാട്ടുപന്നിയായിരിക്കും ഈ അപകടം വരുത്തി വെച്ചത് എന്നാണ് കരുതുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മലപ്പുറത്തിൻ്റെ മലയോര മേഖല നിലമ്പൂർ, വണ്ടൂർ, അതുപോലെ തന്നെ കാളികാവ്, പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള മുള്ളിയാംകുറിശി, ഇവിടെയൊക്കെ തന്നെ വന്യജീവി ശല്യം അതിരൂക്ഷമാണ്. നിലമ്പൂർ മേഖലയിലൊക്കെ എല്ലാ ആഴ്ചയിലും ഓരോ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് പലപ്പോഴും പുറത്തു വരാറുള്ളത്. ആളുകൾക്ക് അപായം സംഭവിക്കുന്നില്ല എന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ആനകൾ കൂട്ടമായി കൃഷി നശിപ്പിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ കാട്ടുപോത്ത് നാട്ടിലിറങ്ങുന്നതിൻ്റെയും ഇതൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ മുഴുവൻ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് മുള്ളിയാംകുറിശ്ശിയിൽ 2 തവണയാണ് വളർത്താടിനെ വീട്ടിൽ നിന്നും പുലി കടിച്ചുകൊണ്ടുപോയത്. അവിടെ പുലിയെ പിടിക്കാനുള്ള കൂടി സ്ഥാപിച്ചപ്പോൾ ഒരാഴ്ചയിലേറെയായി ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മലപ്പുറത്തിൻ്റെ ഈ അപകടമുണ്ടായ മേഖല മാത്രമല്ല, മലപ്പുറത്തിൻ്റെ ഈ മലമേഖലയോട് ചേർന്നിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ വന്യജീവിയുടെ ശല്യം വലിയ ആശങ്ക തീർക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വനം വകുപ്പ് പറയുന്നത് അവർക്ക് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും മതിയാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന ഒരു പ്രശ്നമായിട്ടുള്ളത്. മാത്രമല്ല, വേനൽ കടുക്കുന്നതോടെ ഇനിയും കൂടുതൽ വന്യജീവികൾ കാട്ടിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നുണ്ട്. തികച്ചും ആർക്കും ഒന്നും പ്രവചിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കാണ്
ഈ ഒരു മലയോര മേഖലയോട് ചേർന്നുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം ഓരോ ദിവസവും ചെന്നെത്തുന്നത്. കാരണം അത്രമാത്രം വന്യജീവി ശല്യം ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്, അത് തുടരുന്നുമുണ്ട്. ടോം. അനുമോദ് സൂചിപ്പിച്ചതുപോലെ വലിയ ദുരിതത്തിലാണ് മലയോര മേഖലയിലെ ജനങ്ങൾ. വന്യജീവി ആക്രമണം മൂലം മനുഷ്യജീവനുകൾ നഷ്ടമാകുന്നു, കാർഷിക വിളകൾ നശിക്കുന്നു, കൃഷിയിടങ്ങളിൽ വലിയ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടാക്കുന്നു. വീണ്ടും നമ്മൾ കോഴിക്കോട് അബ്രഹാം എന്ന കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ വാർത്തയിലേക്കൊന്ന് പോവുകയാണ്. അവിടെ വലിയ പ്രതിഷേധം കോഴിക്കോട് നഗരത്തിലും ഉണ്ടാകുന്നു. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, കഴിഞ്ഞ അല്പസമയം മുമ്പ് അനീഷിനോട് പ്രതികരിച്ച അവിടുത്തെ നാട്ടുകാർ, എബ്രഹാമിന്റെ അയൽവാസികളടക്കം പറയുന്നുണ്ട്, ഈ കൃത്യമായ മുന്നറിയിപ്പ് വനംവകുപ്പിന് കൊടുത്തിട്ടും അവർ നടപടി സ്വീകരിച്ചില്ല. 3 ദിവസം മുൻപ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് എബ്രഹാം രക്ഷപ്പെട്ടത്. അന്ന് വനംവകുപ്പിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നു, കൈമാറിയിരുന്നു. പക്ഷേ വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ല എന്ന്. ഇപ്പോഴും ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, അത് വെടിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ബന്ധുക്കൾ. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോഴും നീണ്ടുപോകുകയാണോ? ഇൻക്വസ്റ്റ് നടപടികളും തുടർന്നുള്ള പോസ്റ്റ്മോർട്ടവും ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് ആദ്യം മൂന്ന് ആവശ്യങ്ങളായിരുന്നു ഈ കർഷകരും അതുപോലെ തന്നെ UDF ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത്. അതിൽ ഒരെണ്ണം ഈ കാട്ടുപോത്തിനെ, അതായത് അബ്രഹാമിനെ കുത്തിക്കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു. രണ്ടാമതായുള്ളത് 50 ലക്ഷം രൂപ ഇയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നുള്ളത്. മറ്റൊന്ന് ഇയാളുടെ മകന് സർക്കാർ ജോലി നൽകുക എന്നുള്ളതായിരുന്നു. ഇതിൽ 2 കാര്യങ്ങളിൽ നിന്ന് കുടുംബവും അതുപോലെ തന്നെ അവിടുത്തെ കർഷക സമിതികളും മലയോര കർഷക സമിതികളും ഒപ്പം തന്നെ UDF പിന്നോക്കം പോയിരിക്കുന്നു. ഇപ്പോൾ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു ആവശ്യത്തിൽ മാത്രമാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആദ്യം MK രാഘവൻ MP-യുടെ നേതൃത്വത്തിൽ കലക്ടർ സ്നേഹിജൻ കുമാറുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ കലക്ടർ ഇതിലൊരു ഉറപ്പ് നൽകാൻ തയ്യാറായിരുന്നില്ല. ഇവരുടെ കുടുംബക്കാരും, അതായത് കൊല്ലപ്പെട്ട അബ്രഹാമിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇതിലൊരു ഉറപ്പ് നൽകാൻ കഴിയില്ല, 12 മണിയോടുകൂടി വീണ്ടും ചർച്ച നടത്തും, ഇതിൽ ഉത്തരമേഖല CCF ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും, അവിടെ വെച്ചൊരു തീരുമാനം പറയാം എന്നുള്ള രീതിയിലായിരുന്നു കലക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ 12 മണിയായപ്പോൾ ഈ സമരസമിതി വീണ്ടും കലക്ടറെ സമീപിച്ചപ്പോൾ ഇനിയൊരു ചർച്ച, ഞാൻ നേരത്തെ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല, ഇനി തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കലക്ടർ കൈയൊഴിഞ്ഞു. ഇതോടുകൂടി ഇവർ ഇവിടെ ഈ റോഡിൽ കുത്തിയിരുന്ന് സമരം ആരംഭിച്ചു. കർഷക സംഘടനകളും ഒപ്പം തന്നെ ഈ UDF കുത്തിയിരുന്ന് സമരം ആരംഭിച്ചു. തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ കലക്ടറേറ്റിൽ നിലവിലെ സാഹചര്യത്തിൽ സമരമോ പ്രതിഷേധ പരിപാടികളോ ഒന്നുമില്ല. ഇനി 3 മണിക്ക് വനം മന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഇതിൽ കാര്യങ്ങൾ വ്യക്തമാക്കും. ഇയാളുടെ നഷ്ടപരിഹാരം ഉയർത്തി നൽകേണ്ടതുണ്ടോ, ഒപ്പം തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി നൽകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ കാട്ടുപോത്തിന് വെടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച ശേഷമായിരിക്കും വനം മന്ത്രി 3 മണിയോടുകൂടി വാർത്താസമ്മേളനത്തിൽ 3 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിന് വ്യക്തമാക്കുക. അതിനു മുമ്പ് ഇതിൻ്റെ ഉന്നതാധികാര സമിതി ചേരുന്നുണ്ട്. ആ സമിതിയിൽ ഉന്നതതല യോഗത്തിൽ തീരുമാനമാവും. ആ തീരുമാനമായിരിക്കും വനം മന്ത്രി എന്തായാലും പ്രഖ്യാപിക്കുക. രാവിലെ 7:15 ഈ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കേണ്ടത്. 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ആരംഭിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ഇതുവരെയും ഇൻക്വസ്റ്റ് നടപടികളോ തുടർന്നുള്ള പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടില്ല. എന്തായാലും ഇതിലൊരു തീരുമാനമാവുന്നത് വരെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് തങ്ങൾ അനുവാദം നൽകില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും ഒപ്പം തന്നെ മലയോര മേഖലയിലുള്ള കർഷക സംഘടനകളും UDF എല്ലാം തന്നെ. എന്തായാലും 3 മണി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. 3 മണിയോടുകൂടി വനം മന്ത്രിയുടെ വാർത്താ സമ്മേളനം, വനം മന്ത്രി പറയുന്ന അനുസരിച്ചായിരിക്കും തുടർന്നുള്ള പ്രതിഷേധ പരിപാടികളും മറ്റുള്ള നടപടിക്രമങ്ങളും ഉണ്ടാവുക. വനമന്ത്രിയുടെ ഒരു ജില്ലയാണ്, ആ ജില്ലയിലാണ് ഏറ്റവും ഒടുവിൽ ഈ രീതിയിലൊരു ദുരന്തം ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിനിടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പുതിയൊരു സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ഈ വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കാനായി. പക്ഷേ വിനേഷ്, ഈ രീതിയിൽ ഒരു നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ വൈകുന്നു എന്നൊരു ആക്ഷേപം കോൺഗ്രസ് മാത്രം മറ്റ് പ്രതിപക്ഷ സംഘടനകൾ, പ്രതിപക്ഷ പാർട്ടികളും
നാട്ടുകാരൊക്കെ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദ്രയുടെ മൃതദേഹവുമായി വലിയ പ്രതിഷേധം നടന്നപ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഒരു രാഷ്ട്രീയ നീക്കമാണ്, അല്ലെങ്കിൽ മൃതദേഹം വെച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇവിടുത്തെ ഇത് രാഷ്ട്രീയമല്ലല്ലോ. കാരണം ഈ ഒരു ന്യായമായ ആവശ്യമാണ് അവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്നത്, കുടുംബം ഉയർത്തുന്നത്. ആ കുടുംബത്തിന് നഷ്ടപരിഹാരം വേണം എന്ന ആ ഒരു നിലപാടിലേക്ക് സർക്കാർ എത്താനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് അവർക്ക് 50,000 രൂപ, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, അതോടൊപ്പം കുടുംബത്തിലെ ഒരാൾക്ക് ജോലി. ഈ രണ്ട് ആവശ്യങ്ങൾക്കപ്പുറം ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്നൊരാവശ്യവും അവർ ഉയർത്തുന്നുണ്ട്. ഇത് മൂന്നും അംഗീകരിച്ചാൽ മാത്രമേ ഇവർ ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനുമായി വിട്ടു നൽകുകയുള്ളൂ. അല്ല, ആദ്യം ഈ രണ്ട് തീരുമാനങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോയിരിക്കുന്നു. അതായത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് കൃത്യമായി തന്നെ കൺവിൻസ് ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിലവിലിപ്പോൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിക്കുന്നവർക്കെല്ലാം 10 ലക്ഷം രൂപയുടെ ധനസഹായമാണ് നൽകുന്നത്. അതിൽ കൂടുതൽ ഒരു കുടുംബത്തിന് മാത്രം, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം അതിൽ കൂടുതൽ 50 ലക്ഷം നൽകാൻ കഴിയില്ല. അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൃത്യമായി തന്നെ കലക്ടർ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ജോലി ലഭിക്കുന്ന കാര്യത്തിലും അത് പരിഗണിക്കാം, അത് ആലോചിക്കാമെന്ന് പറഞ്ഞു. 4 കാര്യങ്ങളായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന്, ഈ സോളാർ ഫെൻസിങ് നടത്തുമെന്നുള്ളത്, അത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അത് അനുവദിച്ചു കൊടുക്കാം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ മറ്റു 3 കാര്യങ്ങൾ കൂടി തീരുമാനമാകണം എന്നുള്ളതായിരുന്നു. പിന്നീട് അവർ ആ 2 കാര്യങ്ങൾ, ഈ 50 ലക്ഷം നഷ്ടപരിഹാരവും അതുപോലെ തന്നെ കുടുംബത്തിലൊരാൾക്ക് ജോലി എന്നുള്ളതിൽ നിന്ന് പിന്മാറുകയും ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക, അതായത് അബ്രഹാമിനെ കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് മാത്രമായി ഒതുങ്ങി. പക്ഷേ ഇതുപോലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാട്ടുപോത്തിനെ എന്തായാലും വെടിവെച്ച് കൊല്ലും നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് വനം വകുപ്പിൻ്റേത്. കാരണം ഇതിനെ ഐഡന്റിഫൈ ചെയ്യലും ഈ ക്യാമറ ട്രാപ്പിലൂടെയാണ് സാധാരണ ഇത്തരത്തിൽ പോത്തുകളെയും ഇതിനെയൊക്കെ കണ്ടെത്താൻ കഴിയുക. പക്ഷേ ഇത് തന്നെയാണോ ഈ പോത്തിനെ കണ്ടെത്തുക എന്നുള്ളത്? ഇത് കാട് കയറിയിട്ടുണ്ടെങ്കിൽ കാട്ടിൽ കയറി വെടിവെക്കുക എന്നുള്ളത് അതിനും ബുദ്ധിമുട്ടുകളേറെയുണ്ട്. വന നിയമങ്ങളും വന്യജീവി നിയമങ്ങളൊന്നും ഇത് അനുവദിക്കുന്നതല്ല. കാട്ടിൽ കയറി ഒരു ജീവിയെ വെടിവെക്കുക, അത് നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ മയക്കുവെടി വെക്കുകയും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുകയോ ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. സാധാരണ ഇത് നിലവിൽ നമുക്ക് ഈ കള്ളിങ് നടത്തുന്നതിന് അനുവാദമില്ല എങ്കിൽ പോലും ഈ ആളുകളെ, ഈ നരഭോജികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആളുകളെ നിരന്തരമായി ആക്രമിക്കുന്ന വന്യജീവികളെ വെടിവെക്കാനുള്ള അനുമതിയുണ്ട്. പക്ഷേ അതെല്ലാം ലഭിക്കണമെങ്കിൽ അങ്ങനെ എത്ര പെട്ടെന്ന് വൈൽഡ് ലൈഫ് വാർഡനോ അല്ലെങ്കിൽ CCFനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നത വനപാലകനോ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളേറെയുണ്ട്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഒരു കാര്യമെങ്കിലും, അതായത് ഇതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു കാര്യമെങ്കിലും, ഒരു ഉത്തരവെങ്കിലും ഇറക്കാൻ തയ്യാറായാൽ മാത്രമേ തങ്ങൾ ബോഡി ഇൻക്വസ്റ്റിന് വിട്ടു നൽകുകയുള്ളൂ എന്നുള്ള നിലപാടിൽ ഇവരിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും മൃതദേഹം ഇപ്പോഴും കോഴിക്കോട് തീർച്ചയായും ന്യായമായ ആവശ്യമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത്. MS അനീഷ് കുമാറിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അനീഷ്, ഇപ്പോഴും ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. ഈ ബന്ധുക്കൾ പറയുന്നത് പോലെ തന്നെ, അവരുടെ ആവശ്യം പോലെ തന്നെ ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക, ആ ഒരു ആവശ്യം മാത്രമാണോ നിലവിൽ നാട്ടുകാർ ഉയർത്തുന്നത്? ടോമോ, സമരം ഏതാനും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വഴിയരികിൽ തന്നെ ഇരുന്ന് ഭക്ഷണമടക്കം കഴിഞ്ഞ് സമരമുഖത്ത് തുടരുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളെ. എന്തായാലും ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുവരെ ഈ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലുള്ള സമരം തുടരുമെന്നാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ പല കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത്. ഈ ജോലി നൽകുന്ന കാര്യത്തിലും മറ്റുമൊക്കെ സർക്കാരിന് പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല. അതിന് ചില പൊതുവായി പല ആളുകളും മരിക്കുന്നിടത്തിടെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. പക്ഷേ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരുപക്ഷെ എങ്ങനെയെങ്കിലും ഈ പോത്തിനെ വെടിവെച്ച് പെട്ടെന്ന് പിടികൂടുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും അനക്കം ഒന്നുകൂടെ കാണാനില്ല. ഇന്ന് നടന്ന സർവകക്ഷി യോഗത്തിനകത്ത് ഈ പോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത് ആവശ്യം നമ്മൾ ഉന്നയിച്ചിരുന്നു. ഇന്നലെ മുതൽ ആ പോത്തിനെ വെടിവെച്ച് കൊല്ലാൻ കലക്ടർ ഉത്തരവിട്ടു എന്ന് പറഞ്ഞു. ആ ഉത്തരവ് എന്ന് പറഞ്ഞാൽ മയക്കുവെടി വെക്കാനുള്ളതായിരുന്നു ഇന്നലെ ഇട്ട ഉത്തരവ്. ഇന്ന് ആ പോത്തിനെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിടണം എന്ന് അവിടെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞ സമയത്ത് വളരെ ധിക്കാരപരമായിട്ട് ഈ അപകടകാരിയായിട്ടുള്ള പോത്തല്ല ഇത്. അപകടകാരിയായ പോത്തല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ വെടിവെക്കാൻ പറ്റില്ല എന്നാണ് DFO അറിഞ്ഞത്. അപ്പൊ അപകടകാരി ആവണമെങ്കിൽ ഇതിൽ കൂടുതൽ ജീവനുകൾ പൊലിയേണ്ടി വരുമോ എന്നതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു ചോദ്യം. അപ്പോൾ ഈ പോത്ത് മാത്രമല്ല ഇത് ഒന്നോ രണ്ടോ അല്ല ഈ പ്രദേശത്തുള്ളത്. തിരിച്ചറിയാൻ ഇതിൽ ഏത് പോത്താണ് കുത്തിയതെന്നുള്ളത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിൽ കാട്ടുപോത്ത് ഈ മേഖലകളെ ജനവാസ മേഖല ഇഷ്ടം പോലെയുണ്ട്. അത് ഏതാന്നുള്ള ഐഡന്റിഫൈ ഇതിന്റെ അകത്ത് വേണ്ട കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഇപ്പം
പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഹോണററി വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരം കൊടുത്തിട്ടുണ്ട് കാട്ടുപന്നി വിഷയത്തിൽ. അപ്പോൾ കാട്ടുപന്നി വിഷയത്തിൽ ഒരു കാട്ടുപന്നി ഒരു സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ലൈസൻസുള്ള ഒരു തോക്കുകാരനെ കൊണ്ടുവന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഉത്തരവിടാം അതിനെ കൊല്ലാമെന്ന്. അതേ ഉത്തരവ് സെക്ഷൻ 11 ക്ലോസ് 1A-യും 1B പ്രകാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന ആളുകൾക്ക് ഈ ഹോണററി വൈൽഡ് ലൈഫ് വാർഡന്റെ പദവി കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി അവന്റെ കൃഷിയിടത്തിലും അവന്റെ പുരയിടത്തിലും ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള അധികാരം കിട്ടിയാൽ മാത്രമേ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് കൂരാച്ചുണ്ട് വീടുകൾക്ക് മുൻവശത്തുകൂടിയാണ് പോത്ത് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. സ്വൈര്യവിഹാരം, കുട്ടികളോ വയോധികരോ ഒക്കെ ആ ഭാഗത്ത് എത്തിയാൽ എന്ത് പറ്റുമെന്ന് ഊഹിക്കാൻ പോലും പറ്റുന്ന സംഭവമാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ശരിക്കും ഫോറസ്റ്റ് എല്ലാം ഈ കാട്ടുപോത്തിനെ കൊന്നു കളയണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കൃഷിയുടെ ഒന്നും കപ്പ പോലും വാഴയും ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥയാണ് നടക്കുന്നത്. ടോമോ, ഇത്തരത്തിലാണ് നമ്മൾ രാവിലെ വന്നപ്പോൾ ആദ്യം 4-5 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആളുകളുടെ എണ്ണം ഓരോ മിനിറ്റും കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. ആളുകൾ കക്കയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തുന്നു, ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഇതൊരു സമരമുഖമായി മാറുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ. ഈ വൈദികന്മാർ, പുരോഹിതന്മാർ അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സമര രംഗത്തുണ്ട്, നാട്ടുകാർ ഒന്നടങ്കം ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം, അത് ഇതേ രീതിയിൽ നരഭോജികളായിട്ടുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നൽകണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. കാരണം ഇതേ രീതിയിൽ മനുഷ്യജീവനുകൾ പൊലിയുന്ന കാഴ്ചകൾ ഇനി ഉണ്ടാകരുത്, അവസ്ഥ ഇനി ഉണ്ടാകരുത്. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അടിയന്തരമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ശേഷം വീർക്കാതിരിക്കാൻ കേരളത്തിൽ സ്പോട്ട് ലൈവ് തുടരുന്നു. ഭൂമി തട്ടിപ്പ് പീഡന കേസുകളിൽ പ്രതിയായിരുന്ന സ്വയം പ്രഖ്യാപിത ആൾദൈവം സന്തോഷ് മാധവൻ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. കട്ടപ്പന സ്വദേശിയായ സന്തോഷ് മാധവൻ സ്വാമി ചൈതന്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശാന്തിതീരം എന്ന ആശ്രമത്തിന്റെ മറവിലായിരുന്നു ഇയാളുടെ കുറ്റകൃത്യങ്ങൾ. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നമുക്കറിയാം 2008 കാലയളവിലാണ് ഈ സന്തോഷ് മാധവൻ എന്ന വിവാദ സന്യാസിയെക്കുറിച്ച് കേരളം അറിയുന്നത്. പിന്നീട് നിരവധി പരാതികൾ, അതായത് നിരവധി ഭൂമി തട്ടിപ്പ് കേസുകൾ, 2 പീഡന കേസുകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നതാണ്. 16 വർഷം ഒരു പീഡനക്കേസിൽ ശിക്ഷ വിധിച്ചതുമാണ്. പിന്നീട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് കേട്ടുകേൾവിയിലായിരുന്നു, ഈ സന്തോഷ് മാധവനെ കുറിച്ച് കേട്ടുകേൾവിയിലായിരുന്നു. എന്നാണ് ഇദ്ദേഹം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്? ഇപ്പോൾ എവിടെ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്? വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് സന്തോഷ് മാധവന്റെ മരണം രേഖപ്പെടുത്തുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കരൾ രോഗങ്ങളാലും ഹൃദ്രോഗങ്ങളാലും എല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി സന്തോഷ് മാധവൻ ചികിത്സ തേടിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഭാര്യയ്ക്കൊപ്പം ഇയാൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് 11 മണിക്കാണ് മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ജയിൽ മോചിതനായ ശേഷം കഴിഞ്ഞ കുറേ നാളുകളായി സന്തോഷ് മാധവനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഇയാൾ ഈ പുറം ലോകത്ത് നിന്ന് പൂർണ്ണമായും തന്നെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയും ഈ ജയിൽ മോചിതനായ ശേഷമുള്ള പിന്നീട് എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് കാര്യമായ വിവരങ്ങളിലേക്ക് പോയിരുന്നില്ല. പക്ഷേ പലപ്പോഴും തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഇയാൾ പല ആശുപത്രികളിലേക്കും എത്തുന്നതായുള്ള വിവരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു കാലത്ത് വലിയ രീതിയിൽ ഇടം നേടിയിരുന്നതാണ്. 2008 ഇയാൾക്കെതിരായ കേസ് ആദ്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. വിദേശ യുവതിയിൽ നിന്ന് സെറഫിൻ എഡ്വിൻ എന്ന് പറയുന്ന യുവതിയിൽ നിന്ന് ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നത്. അതിൽ ഒടുവിൽ എത്തി നിൽക്കുന്ന ഇന്റർപോളിന്റെ ലിസ്റ്റിൽ വരെ പിന്നീട് സന്തോഷ് മാധവന്റെ പേര് വന്നിരുന്നു എന്നതാണ്. കാരണം വലിയ രീതിയിലുള്ളൊരു ഇടപാടുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ നടത്തിയിരുന്നു. ഭൂമി തട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡനം നടത്തിയതടക്കമുള്ള പരാതികളുണ്ടായിരുന്നു.
അതിനെല്ലാമാണ് കോടതിയിൽ നിന്ന് ഇയാൾ 16 വർഷത്തെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. സ്ത്രീപീഡന പരാതിയിൽ ഒരു കേസിൽ നിന്ന് ഇയാളെ ഒഴിവ് വരുത്തുകയും ചെയ്തിരുന്നു. പിന്നീടുള്ള കുറ്റങ്ങൾക്കാണ് ഇയാൾ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നത്. കട്ടപ്പനയിൽ തികച്ചും സാധാരണക്കാരായ അവരുടെ മകനായി ജനിച്ച ആ രീതി ഒരു 10ാം ക്ലാസ് വരെയുള്ളൊരു വിദ്യാഭ്യാസം മാത്രം നേടി പഠനത്തിൽ അത്രയൊന്നും മിടുക്കനല്ലാത്ത ഒരാൾ പിന്നീടാണ് ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് വലിയ രീതിയിലേക്കുള്ള വളർച്ചകളടക്കം നേടുകയും ചെയ്യുന്നത്. അവിടെ ഒരു ചെരുപ്പ് കടയിൽ സെയിൽസ്മാൻ ആയിരുന്നു കട്ടപ്പനയിൽ. പിന്നീട് അയാൾ കൊച്ചിയിലേക്ക് എത്തുകയും ഒരു ക്ഷേത്രത്തിലെ പൂജാരിയെ സഹായിക്കാൻ എന്ന രീതിയിലേക്ക് വരികയും പിന്നീട് അവിടെ നിന്നാണ് ഇയാളുടെ പിന്നീട് കാണുന്ന ഈ സന്യാസി എന്ന രീതിയിലേക്ക് അമൃത ചൈതന്യം എന്നെല്ലാം പറയുന്ന രീതിയിലേക്ക് ഇയാളൊരു വളർച്ച നേടുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. സ്വാമി ചൈതന്യ എന്ന രീതിയിലേക്ക് പേര് മാറ്റുകയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ പല ആളുകളുടെയും തന്നെ സിനിമാ താരങ്ങളുടെ അടക്കം ഒരു ആത്മീയ ഗുരു എന്ന രീതിയിലേക്കടക്കം മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇയാളെ ഈ 2008 കേസിനോട് അനുബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലും അറസ്റ്റിനും ശേഷമാണ് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാളുടെ ഫ്ളാറ്റിൽ റെയ്ഡ് ചെയ്തപ്പോൾ കടുവത്തോല് അടക്കം ഇവിടെ നിന്ന് പിടിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോം അവിടെ നിന്നുണ്ടായിരുന്നു. നിരവധിയായ അശ്ലീല സീഡികൾ അടക്കമുള്ള കാര്യങ്ങൾ വന്നു. ഇതിന് ശേഷമാണ് പോലീസ് ഇയാളെക്കുറിച്ച് വ്യക്തമായ രീതിയിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് അടക്കം കടന്നു ചെല്ലുന്നത്. ഇവിടെ ശാന്തി തീരം എന്ന പേരിൽ ഒരു ആശ്രമം സ്ഥാപിക്കുകയും അവിടെ പെൺകുട്ടികൾ നിർധനരായ പെൺകുട്ടികളെ അടക്കം ഇവിടെ സംരക്ഷിക്കാനെന്ന വ്യാജനയാൾ കൊണ്ടുവരികയും എല്ലാം ചെയ്തതായി പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു. ഈ പെൺകുട്ടികളെയാണ് നാരീപൂജ എന്ന പേരിൽ നഗ്നപൂജ നടത്തുന്ന രീതിയിലേക്ക് വരികയും പീഡിപ്പിക്കുകയും ഈ ദൃശ്യങ്ങൾ പകർത്തിയാൽ സൂക്ഷിക്കുകയും ചെയ്തതായി പോലീസിന് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു. പിന്നീട് അത് സംബന്ധിയായ പരാതികൾ ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെയാണ് വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു വസ്തു ഇടപാടുകളടക്കം സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നത്. വലിയൊരു വസ്തു ഇടനിലക്കാരനായി ഇയാൾ മാറുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പുറമ്പോക്ക് ഭൂമി അടക്കം ഇയാളുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്ത് സംബന്ധിച്ച വിജിലൻസ് കേസടക്കം ഇയാളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. വൈക്കത്തുണ്ടായിരുന്ന സ്ഥലം കഴിഞ്ഞ വർഷമാണ് സർക്കാർ തിരിച്ചുപിടിക്കുന്നത്. വൈക്കം അടുത്തുണ്ടായിരുന്ന സ്ഥലം കഴിഞ്ഞ വർഷം സർക്കാർ നടപടികളിലൂടെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ക്രമക്കേടുകളും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളുടെയും ഇടനിലക്കാരനുമായെല്ലാം വർത്തിച്ച വാർത്തകളിൽ സ്ഥിരമായി ഇടം നേടിയിരുന്ന ഒരു കുറ്റവാളിയായിരുന്നു സന്തോഷ് മാധവന്റെ മരണമാണ് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇയാളുടെ മരണം സംഭവിക്കുന്നത്. ടോം. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു വിവാദ സന്യാസി സ്വയം പ്രഖ്യാപിത ആൾദൈവം സന്തോഷ് മാധവന്റെ ജീവിതം. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പറഞ്ഞു